പ്രിയരെ നമസ്കാരം. ഉത്തരേന്ത്യൻ സംസ്ഥാനമായ ഉത്തർപ്രദേശിലെ പുണ്യനഗരമായ വാരാണസിയിലോ ബനാറസിലോ വസിക്കുന്ന അഘോരികൾ സന്യാസിമാരെ പോലെ തന്നെ ജീവിക്കുന്ന ശൈവ വിഭാഗത്തിലെ സാധുക്കളുടെ പൊരുത്തമില്ലാത്ത വംശമാണ്. അവർ ശ്മശാനങ്ങളിലോ മരിച്ചവരുടെ ദേഹങ്ങളോ അസ്ഥികളോ ഉപേക്ഷിക്കുന്ന സ്ഥലത്തോ ആൾ താമസമില്ലാതെ ഉപേക്ഷിക്കപ്പെട്ട സ്ഥലങ്ങളിലോ താമസിക്കുകയും പ്രേതബാധയുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന വീടുകളിൽ മധ്യസ്ഥത വഹിക്കുകയും ചെയ്യുന്നു. വിചിത്രരായ ഈ ശിവഭക്തർ മനുഷ്യ അസ്ഥികളിൽ നിന്ന് ആഭരണങ്ങൾ നിർമ്മിക്കുകയും കപാലത്തിൽ നിന്ന് ആചാരപരമായ പാനീയങ്ങൾ കുടിക്കുകയും ചെയ്യുന്നു. ഹിന്ദു ബുദ്ധ തന്ത്രങ്ങളിലെ മാന്ത്രിക ചടങ്ങുകൾക്ക് പരമ്പരാഗതമായി ഉപയോഗിക്കുന്ന തലയോട്ടി കപ്പുകളാണ് കപാലം. ശവം സംസ്കരിച്ച ചിതകളിൽ നിന്നെടുത്ത ചാരം ദേഹമാസകലം പുരട്ടുന്നു. കാരണം ചാരം ജീവന്റെ ശ്വാസത ചക്രത്തെയും മരണം എന്നറിയപ്പെടുന്ന ഭൗതിക അസ്തിത്വത്തിന്റെ അവസാനത്തെയും പ്രതിനിധീകരിക്കുന്നു. ആചാരപരമായ നരഭോജനം നടത്തുകയും മരണാനന്തര ലൈംഗിക പ്രവർത്തനങ്ങളും മൃഗബലിയും നടത്തുന്ന അഘോരി വിഭാഗങ്ങളുമുണ്ട്. വിചിത്രമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന അവരുടെ ഭയപ്പെടുത്തുന്ന പെരുമാറ്റവും വിചിത്രമായ ശീലവും സൃഷ്ടിയുടെയും സംഹാരത്തിന്റെയും ജ്ഞാനിയും ശക്തനുമായ ദൈവത്തെക്കുറിച്ചുള്ള പുരാണ കഥകളിൽ പലപ്പോഴും വിശദീകരിക്കപ്പെടുന്നു. കാലഭൈരവന്റെ വിനാശകരവും ഉഗ്രവുമായ ഭാവത്തിൽ തിളങ്ങുന്ന ചുവന്ന നിറത്തിൽ ചിത്രീകരിച്ചിരിക്കുന്ന മഹാദേവന്റെ കോപാകുലമായ പ്രകടനമാണിത്. ജ്വലിക്കുന്ന കണ്ണുകൾ, കാക്കയുടേതുപോലുള്ള കറുത്ത മുടി, ഭീമാകാരനായ കടുവയുടെ ദംഷ്ട്രകൾ, തലയോട്ടികൾ കൊരുത്ത വിചിത്രമായ ഒരു മാല, കഴുത്തിൽ പിണഞ്ഞുകിടക്കുന്ന പാമ്പ് എന്നിവയാണ് കാലഭൈരവന്റെ തോറ്റം. ഇതേ കാലഭൈരവനുമായി ബന്ധപ്പെട്ട ഒരു കഥയുമുണ്ട്. ഇക്കഥ ബ്രഹ്മാവിന്റെ ഒരു ശിരസ് എങ്ങനെ നഷ്ടപ്പെട്ടു എന്നതുമായി ബന്ധിതമാണ്. ശിവമഹാപുരാണത്തിന് ലിഖിതം പ്രകാരം ഒരിക്കൽ ബ്രഹ്മാവിനെയും വിഷ്ണുവിനെയും അവരുടെ നിരന്തരമായ കലഹം മൂലം മറ്റ് ദേവന്മാർ അവരെ കുറ്റപ്പെടുത്തി. നിങ്ങൾ ഇരുവരെക്കാളും ശക്തൻ ശിവനാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കാരണം നിങ്ങൾ സാധാരണക്കാരായ മനുഷ്യരെ പോലെയാണ് തർക്കിക്കുന്നത്. ശിവൻ മായയ്ക്കും അധികാരത്തോടുള്ള ആർത്തിക്കും മുകളിലാണ് നിലകൊള്ളുന്നത്. അത് ശ്രവിച്ച് ക്രോധത്താൽ അന്ധനായ പ്രപഞ്ചത്തിന്റെ പരമോന്നത സ്രഷ്ടാവ് ശിവനോട് ആക്രോശിച്ചു. ഞാനാണ് ഏറ്റവും വലിയവൻ. താങ്കളുടെ ഭൂതങ്ങളിലും ആത്മാക്കളിലും മാത്രമേ നിങ്ങൾക്ക് താല്പര്യമുള്ളൂ. നിങ്ങളുടെ രൂപഭാവത്തിൽ നിങ്ങൾ അശ്രദ്ധാലുവാണ്. ഭൗതിക കാര്യങ്ങളിൽ നിങ്ങൾ ഇടപെടുന്നില്ല. കഴുത്തിൽ തലയോട്ടിക്കൊണ്ടുള്ള ഈ ദയനീയ മാലയുമായി നിങ്ങൾ ഒരു സാധാരണ സന്യാസിയെപ്പോലെ കാട്ടിൽ അലഞ്ഞു നടക്കുന്നു. നിങ്ങൾ സൃഷ്ടിയിൽ വിശ്വസിക്കുന്നില്ല. കോപാകുലനായ മഹാദേവൻ ബ്രഹ്മാവിനോട് കലുഷിതമായ സ്വരത്തിൽ പറഞ്ഞു, ബ്രഹ്മ, എന്നെ ചൊടിപ്പിക്കരുത്, മതി. നിങ്ങൾ ഇപ്പോൾ വളരെ പരുഷമായി സംസാരിക്കുന്നു. നിങ്ങളുടെ നികൃഷ്ടമായ ഉദ്ദേശങ്ങളും അഹങ്കാരവും നിന്ദ്യമായ പ്രവൃത്തികളും ഞാൻ സഹിക്കില്ല. ഒരു പോരാട്ടത്തിന് ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു. നിങ്ങളുടെ പാപങ്ങൾക്ക് നിങ്ങൾ പ്രതിവിധി ചെയ്യേണ്ടി വരും. സംഹാരത്തിന്റെയും സൃഷ്ടിയുടെയും ദേവൻ പ്രപഞ്ചത്തിന്റെ പരമോന്നത സ്രഷ്ടാവിനോട് യുദ്ധം ചെയ്യാൻ തയ്യാറെടുക്കുമ്പോൾ ഭൈരവൻ എന്ന വിചിത്രവും ഇരുണ്ടതുമായ ഒരു ജീവി അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് വെളിയേറി. ഭൈരവൻ തിരിഞ്ഞു നിന്ന് ശിവനെ നോക്കി ശബ്ദം താഴ്ത്തി മന്ത്രിച്ചു, അങ്ങ് വിഷമിക്കേണ്ട, ഞാൻ നിങ്ങൾക്കായി പോരാടും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യും. അതും പറഞ്ഞ് ഭൈരവൻ ബ്രഹ്മാവിനെ ആക്രമിക്കുകയും യുദ്ധത്തിനിടയിൽ ആ ഇരുണ്ട ജീവി ബ്രഹ്മാവിൻ്റെ ഒരു തല വെട്ടിയെടുക്കുകയും ചെയ്തു. അങ്ങനെ ബ്രഹ്മാവിന് തൻ്റെ 5ാമത്തെ തല നഷ്ടപ്പെട്ടു. അതോടെ പ്രപഞ്ചത്തിൻ്റെ പരമോന്നത സ്രഷ്ടാവ് മരിച്ചു വീണു. ശിവന്റെ കോപം അടങ്ങിയപ്പോൾ അദ്ദേഹം കൈപ്പോടെ പരിതപിച്ചു, ഞാൻ എന്താണ് ചെയ്തത്? ഒരിക്കൽ ഞാൻ ബ്രഹ്മാവിൻ്റെ ആത്മാർത്ഥ സുഹൃത്തായിരുന്നു. എൻ്റെ കൈകളാൽ ഞാൻ അദ്ദേഹത്തെ വധിച്ചു. താൻ എന്താണ് പ്രവർത്തിച്ചത്? അദ്ദേഹത്തിൻ്റെ അകാല മരണത്തിന് ഞാനും ഭൈരവനും മാത്രമാണ് ഉത്തരവാദികൾ. പൊടുന്നനെ സംഹാരത്തിൻ്റെയും സൃഷ്ടിയുടെയും ദേവനായ മഹാദേവൻ തൻ്റെ കൈകൾ നീട്ടിപ്പിടിച്ച് ഹൈന്ദവ സൃഷ്ടിയുടെ ദേവതയെ പുനരുജ്ജീവിപ്പിച്ചു. പുനർജനിച്ച് ബോധം വീണ്ടെടുത്ത ബ്രഹ്മാവ് ശിവനെ ശപിക്കുന്നു. മഹാദേവ, ഞാൻ നിന്നെ ശപിക്കുന്നു. നിങ്ങൾ വെട്ടിമാറ്റിയ എൻ്റെ തല എപ്പോഴും നിന്റെ കൈകളിൽ തന്നെ നിലനിൽക്കും. അത് നിങ്ങളുടെ ശക്തികളെ ചോർത്തിക്കളയുന്ന ഭയാനകമായ ഭൂതമായി മാറും. വാരാണസിക്കടുത്തുള്ള ഗംഗാനദിയിലെ പുണ്യനദിയിൽ കുളിച്ചാൽ മാത്രമേ നിങ്ങൾക്കതിൽ നിന്നും മുക്തി നേടുവാനാവുകയുള്ളൂ. അസുഖകരമായ സംഭവത്താൽ സൃഷ്ടിയുടെയും സംഹാരത്തിന്റെയും ദേവൻ വേദനയാൽ പീഡിപ്പിക്കപ്പെടുകയും ഛേദിക്കപ്പെട്ട ശിരസ് കൈവശമുള്ള ദുഷ്ടപിശാചുക്കളാൽ വേട്ടയാടപ്പെടുകയും ചെയ്തുകൊണ്ട് വർഷങ്ങൾ കടന്നുപോയി. അന്നു മുതൽ ശിവൻ കാലഭൈരവനായി മറ്റുള്ളവർ നൽകിയ ദാനം ഉപജീവനത്തിനായി ഭക്ഷിച്ച് ലക്ഷ്യമില്ലാതെ അലഞ്ഞു നടന്നു. ഒരു ദിവസം ശിവൻ ഛേദിക്കപ്പെട്ട ബ്രഹ്മാവിന്റെ ശിരസ് തന്റെ കൈപ്പത്തിയിൽ നിന്ന് എങ്ങനെ മാറ്റണമെന്ന ഉപദേശത്തിനായി വിഷ്ണുവിന്റെ അടുക്കൽ പോയി. ഭൈരവന്റെ ഭയങ്കരമായ പ്രതിച്ഛായയ്ക്ക് കീഴിലുള്ള ദേവൻ സ്വർഗീയ കൊട്ടാരത്തിൽ എത്തിയപ്പോൾ പ്രവേശന കവാടത്തിലെ ദ്വാരപാലകരെ വധിച്ച് അനുവാദമില്ലാതെ അകത്ത് പ്രവേശിച്ചു. ഭയപ്പെടുത്തുന്ന ആ ഭാവത്തിൽ ശിവൻ മഹാവിഷ്ണുവിന്റെ മുൻപിൽ നിന്നു. വിഷ്ണുവിന്റെ ദൃഷ്ടി മഹാദേവന്റെ മുടി മുതൽ പാദം വരെ പാഞ്ഞു. അപ്പോൾ പ്രപഞ്ച സന്തുലിതാവസ്ഥയുടെ ദൈവം കൈനീട്ടി ശിവന്റെ കൈക്ക് പിടിച്ചു. വിഷ്ണു തൻ്റെ രക്തം ശിവന്റെ കൈപ്പത്തിയിൽ തളിച്ചു. പക്ഷേ തൻ്റെ ആശ്രാന്ത ശ്രമങ്ങളും മന്ത്രങ്ങളും നിമിത്തം വിഷ്ണുവിന് ബ്രഹ്മാവിൻ്റെ ഛേദിക്കപ്പെട്ട ശിരസ് ശിവന്റെ കയ്യിൽ നിന്നും നീക്കം ചെയ്യാൻ കഴിഞ്ഞില്ല.
പ്രപഞ്ചത്തിന്റെ സന്തുലിതാവസ്ഥയുടെ കർത്താവ് കുറച്ചു നേരത്തേക്ക് കൂടി ശിവനെ വീക്ഷിച്ചു. തുടർന്ന് വാരാണസി സന്ദർശിച്ച് ഗംഗാനദിയിലെ വെള്ളത്തിൽ കുളിക്കുവാൻ നിർദ്ദേശിച്ചു. കാരണം വാരാണസി ഭാരതത്തിലെ ഏറ്റവും പുണ്യസ്ഥലങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്നു. ഇത്രയും ഉര ചെയ്ത ശേഷം വിഷ്ണു മഹാദേവന് ആശ്വാസകരമായ ഒരു പുഞ്ചിരി നൽകി മൃദുവായി കൂട്ടിച്ചേർത്തു. വാരാണസിയുടെ ദിവ്യശക്തികൾ നിങ്ങൾക്ക് ഈ തലയിൽ നിന്ന് മുക്തി നൽകും. നിങ്ങൾ ഗംഗയിൽ കുളിക്കുമ്പോൾ ബ്രഹ്മാവിൻ്റെ തല നിങ്ങളുടെ കൈപ്പത്തിയിൽ നിന്ന് വേർപെടും. ശാപം നീങ്ങും. ഞാൻ പറയുന്നത് പോലെ പ്രവർത്തിക്കുക. പ്രപഞ്ചത്തിൻ്റെ പരമോന്നത സ്രഷ്ടാവിൻ്റെ ശാപത്തിൽ നിന്ന് നിങ്ങൾക്ക് മോചനം ലഭിക്കും. സൃഷ്ടിയുടെയും സംഹാരത്തിൻ്റെയും ദൈവം ആ ഉപദേശത്തെ പിന്തുടർന്ന് വിശുദ്ധ നഗരത്തിലേക്ക് പോയി. അവിടെ എത്തി ഗംഗയിൽ കുളിച്ചു. അപ്രകാരം പ്രവർത്തിച്ചയുടൻ ബ്രഹ്മാവിൻ്റെ ശിരസ് കൈവിട്ട് വീഴുകയും ബ്രഹ്മാവിൻ്റെ ഭീകരമായ ശാപത്തിൽ നിന്ന് മോചിതനാവുകയും ചെയ്തു. ഒരിക്കൽ സമൂഹത്തിൽ നിന്ന് അകന്ന് മറ്റുള്ളവരുമായി ആശയവിനിമയം നടത്തുന്നതിനേക്കാൾ ഉപരി ഏകാന്തത ഇഷ്ടപ്പെടുന്ന സന്യാസിമാരുടെ ആത്മീയ സ്വർഗമായ ദാരു എന്ന നിബിഡമായ വനത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ സൃഷ്ടികളുടെയും സംഹാരത്തിൻ്റെയും ദേവൻ ഒരു കൂട്ടം സാധുക്കളെ കണ്ടുമുട്ടി. അവർ അഗ്നിക്ക് ചുറ്റുമിരുന്ന് ആഴത്തിലുള്ള ധ്യാനാവസ്ഥയിലായിരുന്നു. അവരാൽ താൻ അവഗണിക്കപ്പെടുന്നുവെന്ന തോന്നലിൽ രോഷാകുലനായ ശിവൻ താണ്ഡവ നൃത്തം ചെയ്യാൻ തുടങ്ങി. ശിവൻ തൻ്റെ ഇരുണ്ട രൂപം ധരിച്ചതിനാൽ സാധുക്കൾക്ക് അദ്ദേഹത്തെ തിരിച്ചറിയുവാനായില്ല. അതിനാൽ അവരുടെ ധ്യാനത്തിന് ഭംഗം വരുത്തിയതിനാൽ അദ്ദേഹത്തെ അവർ ശപിക്കുകയും തുടർന്ന് ചുറ്റും ഉയർന്ന ലിംഗത്തെ ശപിക്കുകയും ചെയ്തു. അതേ നിമിഷം ലിംഗം നിലത്ത് വീണ് ചാരമായി മാറി. അവിടെ മറ്റൊന്ന് സൃഷ്ടിക്കപ്പെടുമ്പോൾ ഒന്നിനു പുറകെ മറ്റൊന്നായി ആദ്യ ലിംഗത്തിൻ്റെ വിധി പിന്തുടർന്നു. എല്ലാ ആരാധനപരമായ ലിംഗചിഹ്നങ്ങളും അഗ്നിജ്വാലകൾ വിഴുങ്ങി. തൽക്ഷണം മറ്റൊരു ലിംഗം സ്ഥാപിക്കപ്പെട്ടു. ഒടുവിൽ അജ്ഞാതനായ യാചകൻ തൻ്റെ നൃത്തം നിർത്തി കോപത്തോടെ വിളിച്ചു പറഞ്ഞു, ഈ ആരാധനപരമായ ചിഹ്നം ഒരു നിശ്ചിത സ്ഥാനത്ത് ഇല്ലെങ്കിൽ 3 ലോകങ്ങളിലും ഒരു നന്മയും വരില്ല. അതിനാൽ തന്നെ അവർക്ക് സമാധാനവും ലഭിക്കില്ല. എൻ്റെ കോപം ശമിപ്പിക്കാൻ നിങ്ങൾ ഈ ദിവ്യ ലൈംഗിക അവയവത്തിൽ പുണ്യജലം തളിക്കണം. ദേവിയുടെ ചിഹ്നമായ യോനിയുടെ രൂപത്തിൽ ഒരു പീഠം പണിയുകയും പ്രാർത്ഥനകൾ, വഴിപാടുകൾ, പ്രണാമം, സ്തുതിഗീതങ്ങൾ, സംഗീതോപകരണങ്ങളുടെ അകമ്പടിയോടെ കീർത്തനം എന്നിവ നടത്തുകയും വേണം. എന്നിട്ട് നിങ്ങൾ ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കും. നിങ്ങളാണ് പ്രപഞ്ചത്തിൻ്റെ ഉറവിടം, പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവം. നിലനിൽക്കുന്ന എല്ലാറ്റിലും നിങ്ങളുണ്ട്. പരമകാരുണികനെ, പ്രപഞ്ചം നിന്റെ സ്വരൂപം മാത്രമാണ്. സ്വയം ശാന്തനാവുകയും ലോകത്തെ സംരക്ഷിക്കുകയും ചെയ്യുക. ലിംഗപുരാണം എന്നതിൽ നിന്നുള്ള സംഗ്രഹമാണ് ഇവിടെ പ്രതിപാദിച്ചത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ട ഏകാന്തവാസികൾ ആജ്ഞാപിച്ചതുപോലെ ചെയ്തു. അവർ വിശുദ്ധീകരണ ചടങ്ങുകൾ നടത്തുമ്പോൾ അലഞ്ഞു തിരിയുന്നയാൾ വായുവിൽ അപ്രത്യക്ഷനായി. അപ്രത്യക്ഷമായ സ്ഥാനത്ത് തൻ്റെ എല്ലാ മഹത്വത്തിലും ശിവൻ നിലകൊണ്ടു. സന്യാസിമാർ തങ്ങളുടെ കണ്ണുകൾ ശുദ്ധീകരിക്കുകയും തങ്ങളോട് ക്ഷമിക്കുവാൻ ദൈവത്തോട് ആവശ്യപ്പെടുകയും അദ്ദേഹത്തെ ആരാധിക്കുമെന്നും കാൽപാദങ്ങൾ പിന്തുടരുമെന്നും വാഗ്ദാനം ചെയ്തു. മഹാദേവൻ അവരോട് കരുണ കാണിക്കുകയും അവരുടെ തെറ്റ് ക്ഷമിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അഘോരി സാധുക്കളുടെ സാഹോദര്യം വീണ്ടെടുത്തു. ശിവൻ സർവജ്ഞനും സർവ്വവ്യാപിയും സർവശക്തനും ലോകത്ത് സംഭവിക്കുന്ന എല്ലാറ്റിനും ഉത്തരവാദിയുമാണെന്ന് അഘോരികൾ വിശ്വസിക്കുന്നു. അതിനാൽ തന്നെ നിലനിൽക്കുന്നതെല്ലാം തികഞ്ഞതാണെന്ന് അനുമാനിക്കപ്പെടുന്നു. ഈ ലളിതമായ സത്യത്തെ നിഷേധിക്കുന്നവർ ജീവിതത്തിൻ്റെ വിശുദ്ധിയെയും ദൈവങ്ങളുടെ അസ്തിത്വത്തെയും നിഷേധിക്കുന്നു. ഓരോ ആത്മാവും ശിവന്റെ പൂർണ്ണതയാണെന്നും എന്നാൽ ഭൂമിയുടെ വികാരങ്ങളാലും കോപം, ഭയം, അസൂയ, അഹങ്കാരം, അഭിനിവേശം തുടങ്ങിയ നിഷേധാത്മകമായ ഗുണങ്ങളാലും സ്വാഭാവിക സവിശേഷതയാണെന്ന് അവ വിശ്വസിക്കപ്പെടുന്നു. ഒരു വ്യക്തി അവയെ അഭിമുഖീകരിച്ചാൽ മാത്രമേ ഈ നിഷേധാത്മകത ഇല്ലാതാകൂ. അവ മറികടക്കാൻ അവർ ശ്രമിക്കുന്നു. ഉദാഹരണത്തിന് ശ്മശാന സ്ഥലത്തെ സാധന ഭയത്തെ നശിപ്പിക്കുന്നു. ലൈംഗിക ആചാരങ്ങൾ ലൈംഗിക അഭിലാഷത്തിൽ നിന്നും ഒരു വ്യക്തിയെ മോചിപ്പിക്കുന്നു. നഗ്നനാവുന്നത് ലജ്ജ നശിപ്പിക്കുന്നു. 8 ഭൗതിക ബന്ധങ്ങളിൽ നിന്ന് മോക്ഷം പ്രാപിച്ചാൽ മോക്ഷം ലഭിക്കും. പുനർജന്മ ചക്രത്തിൽ നിന്ന് മോക്ഷം ലഭിക്കുന്നതിനാൽ സദാശിവനായി മാറുന്നു. അഘോരികളെ മറ്റു സാധുക്കളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് വെളുത്ത ശ്രവണവസ്ത്രം, അവരുടെ ദേഹത്ത് പുരട്ടുന്ന ചാരം, തലയോട്ടി കൊണ്ടുള്ള പാത്രങ്ങൾ, മുറിക്കാതെ പല നീളത്തിൽ വളരുന്ന ജടകെട്ടിയ മുടിയിഴകൾ എന്നിവയാണ്. പ്രപഞ്ചത്തിൻ്റെ 3 പ്രധാന ശക്തികളെ പ്രതീകപ്പെടുത്തുന്ന ത്രിശൂലമാണ് അഘോരികളുടെ മറ്റൊരു സ്ഥിരമായ കൂട്ടാളി. ഇച്ഛാശക്തി, അറിവിൻ്റെ ശക്തി, പ്രവർത്തന ശക്തി എന്നിവയാണ് ത്രിശൂലത്താൽ സൂചിപ്പിക്കുന്നത്. അഘോരി വംശത്തിൻ്റെ അടിത്തറ പാകിയ ആദ്യത്തെ അഘോരി 150 വർഷം വരെ ജീവിക്കുകയും 18-ാം നൂറ്റാണ്ടിൻ്റെ 2ാം പകുതിയിൽ മരിക്കുകയും ചെയ്ത കിനാറാമായിരുന്നു. ദത്താത്രേയ ഭഗവാൻ അഘോരി വംശത്തിൻ്റെ പരമോന്നത സ്ഥാപകനായി കണക്കാക്കപ്പെടുന്നു. യുവാവായ ബാബ കിനാറാമിൻ്റെ മുൻപാകെ അദ്ദേഹം സ്വയം ഭൗതികമായി തീർന്നു. ഒരുതരം പ്രതിഷ്ഠ നടത്തി സ്വന്തം മാംസം പ്രസാദത്തിൻ്റെ രൂപത്തിൽ സമർപ്പിച്ചു. വിദ്യാർത്ഥി അധ്യാപക ബന്ധമാണ് ഇരുവരും തമ്മിൽ. കാളിദേവിയുടെ അവതാരമായി കരുതപ്പെടുന്ന ശ്മശാന ഭൂമിയിലെ ദേവതയായ ശ്മശൻ താര എന്ന നിലയിൽ അഘോരികൾ പുരാതന താന്ത്രിക ഉപദേശങ്ങളും പാർവതി ദേവിയുടെ ആഹ്വാനങ്ങളും പാലിക്കുന്നു. സ്ത്രീ ദേവതകളുടെ ദേവാലയത്തിൽ നിന്ന് സാധുക്കൾ വിധവകളുടെ ദേവതയെ ആരാധിക്കുന്നു.
ശക്തി ദേവിയുടെ ദുഷിച്ച വശമാണ് ധൂമാവതി. ദേവതയായ ബംഗ്ലാമുഖി അഥവാ ബംഗ്ല അവളുടെ ശത്രുക്കളുടെ മേൽ മാനസികമായ നിയന്ത്രണം ചെലുത്താൻ കഴിവുള്ളവളാണ്. ശിവനെ കൂടാതെ അഘോരികൾ ക്രൂധനായ വീരഭദ്രനെയും ആരാധിക്കുന്നു. തൻ്റെ പത്നി സതിയുടെ വിയോഗാനന്തരം അപ്രതിരോധ്യവും ഭയാനകവുമായ ക്രോധത്തിൽ ശിവനിൽ നിന്ന് ജനിച്ച ഒരു ജീവിയാണ് വീരഭദ്രൻ. ഭയാനകമായ പ്രശസ്തി ഉണ്ടായിട്ടും അഘോരികൾ വലിയ ഭയവും ബഹുമാനവും ആസ്വദിക്കുന്നു. കാരണം എയ്ഡ്സ്, ക്യാൻസർ തുടങ്ങിയവ പോലുള്ള ഭേദമാക്കാൻ കഴിയാത്ത നിരവധി രോഗങ്ങളെ ഹ്യൂമൻ ഓയിൽ എന്ന് വിളിക്കുന്ന അദൃശ്യമായ മരുന്നുകളുടെ സഹായത്തോടെ ചികിത്സിക്കാൻ അവർക്ക് കഴിയുമെന്ന് അവകാശപ്പെടുന്നു. അവ സാധാരണമായി ഉണ്ടാക്കുന്നത് ശവസംസ്കാര ചിതകളിൽ നിന്ന് ശേഖരിക്കുന്ന നിഗൂഢ ചേരുവകൾ നിമിത്തമാണ്. ഇത് വളരെ ഫലപ്രദമാണെന്ന് ആരോപിക്കപ്പെടുന്നു. പ്രിയരെ, നന്ദി, നമസ്കാരം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇവിടെ വ്യക്തമായി രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു. പ്രിയരെ, വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുത് പ്രിയ സുഹൃത്തുക്കളെ.